പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐഫോൺ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാതിരിക്കുന്ന അവരുടെ iPhone 14 Pro Maxൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ നമുക്കൊരു ആൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിടിലൻ ഫീച്ചേഴ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സോ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ സ്പെസിഫിക്കേഷൻസും ഈ വീഡിയോയുടെ കവർ ചെയ്യുന്നുണ്ട്. എക്സാക്ട് MI11 അൾട്രയുടെ സെയിം ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ നമുക്ക് ചെയ്യാം. സോ അൺബോക്സിംഗ് ഇവിടെ ഞാൻ കവർ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ബോക്സിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു കേബിളും ഡോക്യുമെൻറ്റേഷനും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ലീ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി പുറത്തിറക്കിയ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണിത്. എക്സാക്ട് iPhone 14 Pro Maxൻ്റെ ഡിസൈനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരുപാടധികം ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ലോൺ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ ഇത് ലീ ബെസ്റ്റിൻ്റെ X14 Pro Max എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. 6.53 ഇഞ്ചസിൻ്റെ OLED പാനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ UI കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലീ ബെസ്റ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ UI ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലീ UI എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കിടിലൻ പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ ആദ്യം നോക്കുകയാണെങ്കിൽ 6.53 ഇഞ്ചസിൻ്റെ ഒരു AMOLED സ്ക്രീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻ ഡിസ്പ്ലേയിലാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഐഫോൺ പോലത്തെ ഡിസ്പ്ലേ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഇതിൻ്റെ നമ്മുടെ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് കണ്ടിന്യൂ ബെഞ്ച് മാർക്ക് റിസൾട്ട് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലാണ് വരുന്നത്. അത്രയ്ക്ക് കിടിലമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ 2 ലക്ഷത്തിന് മുകളിൽ വരാനുള്ള കാരണം ഇതിൻ്റെ അത് യൂണിസോക്കിൻ്റെ ടൈഗർ T610 എന്ന് പറയുന്നൊരു ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചൈനീസ് ചിപ്സെറ്റാണ്. നിങ്ങൾക്കറിയാം 1.8 GHz ഒക്ടോ കോർ പ്രോസറിൽ റൺ ആവുന്ന ഒരു ചെറിയൊരു മീഡിയം പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് വളരെ ലോയിൽ കളിക്കാം. നമുക്ക് ഫ്രീ ഫയർ ഒക്കെ ആണെങ്കിൽ സ്മൂത്തിൽ കളിക്കാനായിട്ട് പറ്റും. ആൻഡ് PUBG ഒക്കെ നിങ്ങൾ നോക്കണ്ട, ഇതിൽ നടക്കുകയില്ല, കട്ട സ്ലോ ആണ്. 8GB RAM ആണ് കൊടുത്തിട്ടുള്ളത്. 256GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ഈ രണ്ട് കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറേജും റാമൊക്കെ ഇവിടെ കൂട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. 33 വാട്ട്സിൻ്റെ ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും കൂടി ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇവർ എക്സ്ട്രാ പറയുന്ന ഒരു കാര്യം, ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഐഫോൺ കണക്കെടുത്ത് വെള്ളത്തിൻ്റെ അകത്ത് മുക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സൈഡ് നോക്കാം. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പറയാനൊന്നുമില്ല. ഇത് ഐഫോണിൻ്റെ അത്രയും ക്വാളിറ്റി ഒന്നും ലഭിക്കില്ല. ഇതൊരു ക്ലോൺ വെർഷൻ സ്മാർട്ട് ഫോണാണ്. സോ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 1080p ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ആവറേജ് വീഡിയോ റെക്കോർഡിംഗ്, ആവറേജ് ക്യാമറ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ അത് നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും കൂടെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ആവറേജ് ക്യാമറയാണ്. ആവറേജ് ആണ്, കാരണം 8 MP നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ആവറേജ് ആണ് ആ ഒരു ക്യാമറ എന്ന് പറയുന്നത്. സോ ഇതിനകത്തെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലീ ബെസ്റ്റിൻ്റെ ഒരു വാട്ടർമാർക്ക് താഴെ എടുത്തിട്ടുണ്ട്. നൈറ്റിലുള്ള ഫോട്ടോസ് ഒന്നും നോക്കണ്ട, പരമ കഷ്ടമാണ്. ആൻഡ് നമുക്ക് ഓവറോൾ ഫോട്ടോസ്, അതായത് രാവിലെ എടുക്കുന്ന ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നമുക്കൊരു ആൾവേസ് ഓൺ ഡിസ്പ്ലേയും കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മുടെ Xiaomi Mi 11 അൾട്രയിൽ കാണുന്ന പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലോൺ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര കിടിലൻ രീതിയിൽ ക്ലോൺ ചെയ്തിട്ടുണ്ട്. കാരണം ബാക്ക് സൈഡിൽ നമുക്കൊരു ഡിസ്പ്ലേ വരെ ക്ലോണിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ 3 ക്യാമറാസ്, നേരത്തെ ഞാൻ പറഞ്ഞ ട്രിപ്പിൾ റിയർ ക്യാമറാസിൻ്റെ ചുറ്റും തന്നെ നമ്മുടെ MI11 അൾട്രയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സെയിം ആസ് നമ്മുടെ Mi 11 അൾട്ര, ആ ഒരു സൈസും ആ ഒരു ബോഡി കമ്പാരിസണും എല്ലാം നോക്കുകയാണെങ്കിൽ സെയിം അത് തന്നെയാണ്. ബട്ട് ഫ്രണ്ടിലായിട്ട് വരുന്ന സമയത്ത് ആ ഒരു താഴത്തെ സിൻസാൻ ബസൽസ് കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നോച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ഫോണ്. ബട്ട് ഇവിടെ അവർ പഞ്ച് ഹോളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഓപ്പോ റിയൽമി ഫോണിൻ്റെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ UIയും സെയിമസ് കളർ വോയ്സ് ഒക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടാലും അതേപോലൊക്കെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇത് റൺ ആവുന്നത് ആൻഡ്രോയിഡ് 12 വെച്ചിട്ടാണ്. ഇവരുടെ തന്നെ ലീ UI എന്നൊരു UI ആണ് ഇതിനകത്ത് റൺ ആവുന്നത്. വളരെ ഫാസ്റ്റായിട്ടൊക്കെ പോകുന്നൊരു 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റാണ്. ബട്ട് ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ സൈഡാണ് എനിക്കൊരു ബാക്ക്വേർഡ് തോന്നിയത്. കാരണം അത്രയ്ക്ക് സ്ലോ ആണ്. ബാക്കിയെല്ലാം ക്യാമറയും ഡിസ്പ്ലേ എല്ലാം ആവറേജും നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വരുന്ന ആ ഒരു പ്രോസസ്സറിൻ്റെ കാര്യം വളരെ മോശമാണ്, പരമ കഷ്ടമാണ്. കാരണം അത്രയ്ക്ക് സ്ലോ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. ബട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ആ ഒരു റാമും അതോടൊപ്പം തന്നെ സ്റ്റോറേജൊക്കെ നോക്കുകയാണെങ്കിൽ 256 GB ആണ് ഇൻബിൽറ്റിൽ മെമ്മറി വരുന്നത്.
വളരെ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൂടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 4G സപ്പോർട്ടഡ് ആണ്. ബ്ലൂടൂത്ത്, വൈഫൈ, USB Type-C 2.0 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചാർജിങ് ആനിമേഷൻ സെയിം ആസ് നമ്മുടെ ഷൗമിയുടെ അതേ ചാർജിങ് ആനിമേഷനാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ലീബെസ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തന്നെ നമ്മുടെ ഷൗമിയുടെ ഒരു കസ്റ്റം റോമാണ്. ഷൗമിയുടെ സെയിം റോം എടുത്ത് ഇവരുടെ കുറച്ച് സ്കിന്നും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചേരുന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ തന്നെ സെയിം ആസ് മീലാണ് അൾട്ര എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 33 വാട്ട്സിൻ്റെ ചാർജറും 5000 mAh ബാറ്ററിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് കിടിലൻ തന്നെ ആക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഈ ഒരു വീഡിയോ ക്ലിക്ക് ബൈറ്റ് എന്ന് വിചാരിക്കേണ്ട, കാരണം ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ അലി എക്സ്പ്രസിൻ്റെ, അലിബാബയുടെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അലി എക്സ്പ്രസിൻ്റെ ഒക്കെ കാരണം കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ക്ലിക്ക് ബൈറ്റ് ആയിട്ട് ഒരിക്കലും കരുതല്ലേ, കാരണം ഈ ഒരു ഫോൺ ചൈനയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവരുടെ യുവാൻ പ്രൈസ് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ഏകദേശം 10-12,000 രൂപയൊക്കെ വില വരുമായിരിക്കും. 12,000 രൂപയ്ക്ക് വില വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ദിസ് ഫോൺ സ്റ്റിൽ വർത്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു 12,000-14,000 രൂപയ്ക്ക് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. വിവോ T1ൻ്റെയും അതോടൊപ്പം തന്നെ ഓപ്പോ K10 അങ്ങനെയുള്ള ഒരുപാടധികം സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ iPhone 14 Pro Maxൻ്റെ സെയിമസ് ക്ലോൺ വെർഷൻ, അതായത് നോച്ച് വരുന്ന ക്ലോൺ വെർഷൻ്റെ വീഡിയോ കൂടെ വരുന്നുണ്ട്. അതിനുവേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോത്തിനായി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാൽ മതി. ഞാൻ ദിസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ.